വയനാടേക്ക് പോകുമ്പോഴും അവിടെ സ്ഥിതി വിഭിന്നമല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വയനാട് കല്ലൂർ പുഴയാണ് കര കവിഞ്ഞൊഴുകുന്നത്. പുഴംകുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. മുൻകരുതലെന്ന നിലയിലാണ് കുട്ടികളടക്കം 8 പേരെ തിരുവണ്ണൂർ അങ്കണവാടിയിലേക്ക് മാറ്റിയത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വലിയ തരത്തിലുള്ള ഒരു പേടിയിലൂടെ അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടുകൂടെ കഴിഞ്ഞൊരു രാത്രിയായിരുന്നു ഇന്നലെ എന്ന് വേണം പറയാൻ. കാരണം ഈ ചൂരൽമല പ്രദേശങ്ങളിലൊക്കെ കര കവിഞ്ഞ വെള്ളം വന്നതിനെ തുടർന്ന് ആളുകളൊക്കെ ഒരു ഭയാശങ്കയിലായിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിൽ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അതിന് സമീപത്ത് തന്നെയാണ് ഈ കല്ലൂർ പുഴ കര കവിഞ്ഞതിനെ തുടർന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ? രാവിലെ മഴ തുടരുന്നുണ്ടോ? ആ വെള്ളം കയറിയത് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ സലാം? മഴ അല്പം ശമനമുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ കല്ലൂർ പുഴ എന്ന് പറയുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലെ പുഴയാണ് കരകവിഞ്ഞൊഴുകിയത്. അതിന് സമീപത്ത് താമസിച്ചിരുന്ന പുഴങ്കുനി ഉന്നതിയിലെ ആളുകളെയാണ്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് സുരക്ഷിതമായ ഒരു ക്യാമ്പിലേക്ക് മാറ്റിയത്. പിന്നീട് മറ്റുള്ളവർ, അതായത് ഇനി മഴ കനക്കുകയാണെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും വയനാട്ടിൽ മഴ കനക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മാറി നിന്നു എന്ന് വേണം പറയാൻ. ഇതിൽ ചൂരൽമല ഭാഗത്ത് ഇന്നലെയുണ്ടായ ഒരു ആശങ്ക, അതായത് ഇവിടെ വനറാണി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായത്. സമീപത്ത് പുന്നപ്പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് ആളുകൾ വലിയ പരിഭ്രാന്തരാവുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു വിശദീകരണം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു തന്നെ ഉണ്ടായി. ഇത് ഉരുൾപൊട്ടലല്ല എന്ന ഒരു വിശദീകരണം ഉണ്ടായി. അങ്ങനെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പ്രധാനമായുള്ള അവർ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധവും ഉണ്ടായി. ആ പ്രതിഷേധത്തിലാണ് ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് 6 പേർക്കെതിരെ ചുരൽമല ദുരിത ബാധിതരായിട്ടുള്ള 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തത് ഈ വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ്. ഈ പരാതി ഉയർന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഒരു ആരോപണവുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ടി സിദ്ദിഖ് MLA ഈ പ്രദേശം സന്ദർശിക്കുകയും അദ്ദേഹം പറഞ്ഞത് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടാണ്, അല്ലെങ്കിൽ CPM ഉന്നത നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇപ്പോൾ ദുരിതബാധിതർക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. ഈ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതികരിക്കുന്നവരുടെ ശബ്ദം നിശബ്ദരാക്കുന്നത്, കേസെടുത്തുകൊണ്ട് നിശബ്ദരാക്കുന്ന സമീപനത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൽ പ്രധാനമായും അവർ ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ദിനബത്ത. നേരത്തെ തന്നെ ദുരന്തമുണ്ടായ ഉടനെ സർക്കാർ പ്രഖ്യാപിച്ച ഈ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ദിനബത്ത നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിനബത്ത പൂർണ്ണമായും എല്ലാ ആളുകൾക്കും ലഭിക്കുന്നില്ല. ചില ആളുകൾക്ക് കൊടുക്കുന്നു, ചില ആളുകൾക്ക് കൊടുക്കുന്നില്ല. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രധാനമായും ഈ സമര അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത 6 പേർക്കെതിരെയാണ് മേപ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഏതായാലും മഴ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്പസമയം മുമ്പ് ഈ ബെയിലി പാലത്തിന് ചില അപകടങ്ങൾ സംഭവിക്കുമെന്നൊരു ആശങ്ക അധികൃതർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ സമീപത്തുള്ള മണ്ണ് ഒലിച്ചുപോയതാണ് ഈ രീതിയിലുള്ള അപകടമുണ്ടാകാനുള്ള ഒരു കാരണമായി അവർ പറയുന്നത്. അങ്ങനെ സംരക്ഷണ ഭിത്തി തകരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി. അത് ഇപ്പോൾ അധികൃതർ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ മണ്ണ് ഇവിടേക്ക് എത്തിച്ച് JCB ഉപയോഗിച്ച് അവിടെ മൂടി ഒരു സുരക്ഷിതമാക്കാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ പുഴ ഗതി നിർണ്ണയിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. നേരത്തെ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഈ പുഴയുടെ ഗതി പുനഃക്രമീകരിക്കുന്നതിനായിട്ടുള്ള ഒരു കരാർ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കരാർ പാലിക്കുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് വേഗത കൂട്ടുന്നതിനോ ഊരാളുങ്കൽ സൊസൈറ്റി തയ്യാറായിട്ടില്ല. അതിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ആരോപിക്കുകയുണ്ടായി. അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനവുമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുള്ളതായി, ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് MLA ടി സിദ്ദിഖ് തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ ഈ മുണ്ടക്കൈ ചുരൽമല ദുരിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് കോൺഗ്രസ്. ആ ഒരു പക്ഷേ അത്തരം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് ഉയരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും വയനാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അംഗനവാടികൾ, മദ്രസകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി പരിസ്ഥിതി ദുർബലപ്പെട്ട പ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ക്രഷറി അതുപോലെ യന്ത്രം ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമായും ജില്ലാ ഭരണകൂടം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്.